മഹേട്ടനോട് ഇഷ്ടം പറയാൻ പറ്റിയ ഏറ്റവും വലിയ നിമിഷമായിരുന്നു ഇത്. എനിക്കതിന് കഴിഞ്ഞില്ലല്ലോ ശ്രീ മഹേശ്വര. ഞാൻ എങ്ങനെയാ ഭഗവാനെ മുത്തശ്ശിക്ക് കൊടുത്ത വാക്ക് മാറ്റി പറയാ? മുത്തശ്ശി പറയുന്ന ആളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുന്ന ഞാൻ വാക്ക് കൊടുത്തുപോയി മഹേട്ട. മഹേട്ട വിഷമിക്കില്ലേ? ഗംഗയുടെ മനസ്സ് മാറും. മഹേട്ടനും മാളുവിനും ഗംഗയാ വിധിച്ചിരിക്കുന്നത്. അതേ നടക്കൂ. അല്ലാതെ ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഈശ്വര, എന്താ ഇത്? എന്തൊരു പരീക്ഷണമാണ്. മഹിയേട്ടൻ ഗംഗയിൽ നിന്നും ഒരിക്കലും ഈ വാക്കുകൾ കേൾക്കാൻ പാടില്ലായിരുന്നു. മഹിയേട്ട, തളരല്ലേ. എനിക്ക് ഗംഗയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. മാളുവിന് നല്ലൊരു അമ്മയായി അവളുടെ കാര്യങ്ങൾ നോക്കാൻ ഈ ഭൂമിയിൽ മറ്റാരേക്കാളും ഗംഗയ്ക്ക് സാധിക്കും. മഹേട്ടൻ പറഞ്ഞതൊക്കെ കേൾക്കാൻ ഞാൻ എത്രയോ നാളായിട്ട് കൊതിക്കുന്നതാ. ഒടുവില് മഹേട്ടൻ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോ എനിക്കതിനെ എതിർത്ത് സംസാരിക്കേണ്ടി വന്നല്ലോ ഭഗവാനെ. എന്തൊരു പരീക്ഷണ ഇത്! എന്തിനാ എന്നെ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലാക്കിയത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? പാവം മഹേട്ടൻ. ഞാൻ മഹേട്ടന്റെ ആഗ്രഹം നിഷേധിച്ചപ്പോ ആ മനസ്സ് എത്രമാത്രം വേദനിച്ചു കാണും. മഹേട്ടന്റെ സങ്കടം തീർക്കാൻ ഈ വീട്ടിൽ നിന്ന് ഞാൻ കാരണം തന്നെ മഹേട്ടന് ഏറ്റവും വലിയ സങ്കടം ഉണ്ടായിരിക്കുക. ഭഗവാനെ, എന്റെ നിവർത്തികേട് കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. മഹേട്ടനെ വേദനിപ്പിച്ചതിന് ആ കാലില് വീണ് എത്ര തവണ മാപ്പ് പറഞ്ഞാലും മതിയാവില്ല. ഞാൻ ചെയ്ത തെറ്റിന് എന്നോട് ക്ഷമിക്കണേ ശ്രീ മഹേശ്വര. ഏതോ രാത്രി മഴ
നീ ഇതുവരെ കിടന്നില്ലേ മഹി? സുഖമില്ലാതിരിക്കുമ്പോ ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നത് ശരിയല്ല. നന്നായി ഉറങ്ങണം, എന്നാലേ എല്ലാം പെട്ടെന്ന് ഭേദാവൂ. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ഇല്ല, എന്തോ ഉണ്ട്. എന്താണെങ്കിലും എന്നോട് പറ. നിന്റെ അമ്മയോട് പറ മോനെ. അത് ചില തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എനിക്ക് തെറ്റുപറ്റിയമ്മേ. എന്താ മഹി? എന്റെ ഗൗരി എനിക്ക് നഷ്ടപ്പെട്ടപ്പോ ഇനി ഒരു പെണ്ണും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാ. മാളുവിന് വേണ്ടി ഞാൻ ആ തീരുമാനം മാറ്റാൻ തയ്യാറായി. അതിനായി അമ്മ തിരഞ്ഞെടുത്ത ശ്രേയയെ ഞാൻ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു. അതൊക്കെ എനിക്കറിയാവുന്ന കാര്യമല്ലേ മഹി? അതെ അമ്മേ. പക്ഷേ എന്റെ മാളുവിന് ചേർന്ന അമ്മയാണോ ശ്രേയ? എന്റെ ഈ അമ്മ എന്നെ സ്നേഹിച്ച് വളർത്തിയതുപോലെയോ അതിൽ കൂടുതലോ സ്നേഹം കൊടുത്ത് മാളുവിനെ വളർത്താൻ ശ്രേയയ്ക്ക് കഴിയൂ? ഗൗരി പോയതിനു ശേഷം എന്റെ ഏറ്റവും വലിയ ദുഃഖം എന്റെ മാളു എന്നിൽ നിന്ന് അകന്നതായിരുന്നു. ഞങ്ങൾക്കിടയിലെ ആ അകൽച്ച മാറ്റി മാളു എന്നെ സ്നേഹിക്കാനും അച്ഛാന്ന് വിളിക്കാനും തുടങ്ങിയത് ഗംഗ വന്നതിന് ശേഷമാ. എന്റെ മാളുവിനെ അങ്ങനെ മാറ്റിയത് ഗംഗയാ. ഗംഗ എന്നെയും മാളുവിനെയും സ്നേഹിക്കുന്നത് പോലെയും സംരക്ഷിക്കുന്നത് പോലെയും മറ്റാർക്കും ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. എന്റെ മാളുവിന് വേണ്ടി ഞാൻ ഗംഗയെ വിവാഹം കഴിക്കുന്നതല്ലേ എനിക്ക് മാളുവിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം. അത് മാത്രമല്ലമ്മേ, എന്റെ മനസ്സിൽ ഞാനും അറിയാതെ എപ്പോഴോ ഗംഗയെ സ്നേഹിച്ചു തുടങ്ങി. അവൾ എന്റെ ഭാര്യയായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങി. ശ്രേയയുടെ കയ്യിൽ കല്യാണമോതിരം അണിയിച്ചിട്ട് ഗംഗയെ ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ മനസ്സറിയാതെ ചെയ്യുന്ന തെറ്റുകൾക്ക് എന്റെ കയ്യിൽ പരിഹാരമൊന്നുമില്ല അമ്മേ. ഞാൻ പോലും അറിയാതെ ഗംഗയെ ഒരുപാട് സ്നേഹിച്ചു പോയി. നീ ഇത് ഗംഗയോട് പറഞ്ഞോ? പറഞ്ഞു. പക്ഷേ ഗംഗയ്ക്ക് എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നാ പറഞ്ഞത്. മുത്തശ്ശി പറയുന്ന ആളെ മാത്രമേ അവൾ വിവാഹം കഴിക്കൂ. മുത്തശ്ശി അവൾക്കായി കണ്ടെത്തിയിരിക്കുന്നത് നകുലിനെയല്ലേ? നീ വിഷമിക്കാതെ മഹി, നീ എന്റെ കൂടെ വാ. മോൻ കിടന്നോ? മോൻ കിടന്നോ?
ഇപ്പോ ഒരുപാടൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഞാനില്ലേ മോന്റെ കൂടെ. ഇപ്പോ സമാധാനായി ഉറങ്ങ. എന്റെ മാളുവിന് വേണ്ടി ഞാൻ ഗംഗയെ വിവാഹം കഴിക്കുന്നതല്ലേ എനിക്ക് മാളുവിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം. എന്റെ തീരുമാനങ്ങളെ മറികടക്കാൻ അവൻ എങ്ങനെ ധൈര്യം വന്നു? അവന് ഗംഗയെ വിവാഹം കഴിക്കണമെന്ന് ആ ജാനകമ്മ ഇതറിഞ്ഞാൽ അവര് ഈ വിവാഹത്തിന് സമ്മതിക്കും. അതോടെ ഞാൻ കണ്ട സ്വപ്നവും എന്റെ കണക്കുകൂട്ടലും എല്ലാം തകരും. ഇത്രയും നാൾ എല്ലാം മനസ്സിലൊതുക്കി ഞാൻ കാത്തിരുന്നത് ഇതിനു വേണ്ടിയാണോ? ഇനിയില്ല. ഈ ദേവയാനി ശരിക്കും ആരാണെന്ന് ഇനി എല്ലാവരും അറിയാൻ പോകുന്നതേ ഉള്ളൂ. അമ്മേ, എന്താ ഇവിടെ? അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ? എന്താ സംഭവിച്ചെന്ന്? എന്റെ സ്വപ്നങ്ങളുടെ ചില്ലുകൊട്ടാരം തകർന്ന നിലം പൊത്തി എല്ലാം നശിച്ചു. ഇനി ഞാൻ ജീവിച്ചിരിക്കുന്ന എന്തിനാ? അമ്മ ഇങ്ങനെ കടങ്കഥ പറയുന്നത് പോലെ പറഞ്ഞ എനിക്ക് എങ്ങനെ മനസ്സിലാവും? എന്താണെങ്കിലും തുറന്നു പറയൂ. ഓ, അമ്മ വിഷമങ്ങളെല്ലാം പറയുന്നത് മഹിയോടാണല്ലോ. അവനല്ലേ അമ്മ സ്നേഹിക്കുന്ന മകൻ, അമ്മയുടെ അരുമ പുത്രൻ. എല്ലാം അവനോടെ പറയോളായിരിക്കും. ആയിക്കോട്ടെ, ബഹളം കേട്ട് എന്താണെന്ന് നോക്കാമെന്ന ഞാൻ മണ്ടനായി. നിൽക്കണവിടെ. നീ എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ ഒന്ന് സ്നേഹിച്ചിട്ടില്ലെന്ന് അല്ലേ? അതെ, അങ്ങനെ തന്നെയാ പറഞ്ഞത്. അതിലെന്താ തെറ്റ്? ഇത്രയും നാളായിട്ട് അമ്മ എന്നോടോ രേഷ്മയോടോ സ്നേഹത്തോടെ ഒന്നും സംസാരിച്ചിട്ട് പോലുമില്ല. ഈ വീട്ടിൽ വന്നതിന് ശേഷം അമ്മ മറ്റൊരാളെ പോലെയാ ഇത്രയും വർഷം പെരുമാറിയത്. ഞാൻ അമ്മയുടെ സ്വന്തം മകനായിട്ടും
എനിക്കെന്നും 2ാം സ്ഥാനമാണ് ഇവിടെ. പല തവണയും മഹിയുടെയും മറ്റുള്ളവരുടെയും മുന്നിൽ വെച്ച് അമ്മ എന്നെ നാണം കെടുത്തിയിട്ടുണ്ട്. ഞാൻ അമ്മയുടെ വയറ്റിൽ തന്നെയാണോ പിറന്നതെന്ന് എനിക്ക് പോലും സംശയം തോന്നിയിട്ടുണ്ട്. നിനക്ക് പോലും അങ്ങനെ സംശയം തോന്നിയെങ്കിൽ നീ അടക്കം എല്ലാവരും അത് വിശ്വസിച്ചെങ്കിൽ അത് എന്റെ മെടുക്കാടാ. പക്ഷെ മഹി, അവൻ എന്റെ സ്നേഹത്തിന്റെ 1% പോലും അർഹിക്കുന്നില്ലായിരുന്നു. ഞാൻ അവനെ സ്നേഹിച്ചതെല്ലാം സത്യമായിരുന്നുവെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയായനെ. അവനെ സ്നേഹിക്കുന്നതിനേക്കാൾ മറ്റൊരാളെ സ്നേഹിച്ചാൽ ദുഃഖവും നിരാശയും മാത്രമായിരിക്കുമെന്ന് മഹി ഒരിക്കൽ കൂടി തെളിയിച്ചു. അവൻ ഇനി എന്റെ മകനല്ല. എന്റെ മനസ്സിൽ ഇനി അവനൊരു സ്ഥാനവും ഇല്ല. ആയുസിന്റെ 3/4 ഭാഗവും സ്വന്തം മക്കളെ സ്നേഹിക്കാതെ വളർത്തു മകനെ സ്നേഹിച്ചിട്ട് ഇപ്പൊ തെറ്റായി പോയെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഇനി തിരിച്ചു കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അമ്മ ചെയ്തത് വലിയ തെറ്റാണ്. ഒരിക്കലും ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത വലിയ തെറ്റ്. തെറ്റുപറ്റിയതേ എനിക്കല്ല, നിനക്കാ. എന്റെ ചെയ്തികളെല്ലാം നീയൊക്കെ തെറ്റായി ധരിച്ചതാ. ഒരമ്മയ്ക്കും അവള് നൊന്തുപെറ്റ മക്കളെ സ്നേഹിക്കാതിരിക്കാനാവില്ല. ഏത് വളർത്തു മകൻ വന്നാലും സ്വന്തം മക്കൾക്കപ്പുറം അവനെ സ്നേഹിക്കാനും കഴിയില്ല. അപ്പോ അമ്മ ചെയ്തത് എന്താ? അഭിനയം. ഇത്രയും വർഷം എല്ലാവരുടെയും മുന്നിൽ ഞാൻ അഭിനയിക്കായിരുന്നു. നിനക്കൊക്കെ വേണ്ടി നാടകം കളിക്കായിരുന്നു. ഇത്രയും നാളും ഞാൻ മഹിയിൽ ലാളിച്ചും അനുസരിച്ചും സ്നേഹം നടിച്ചു നടന്നത് അവനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, മറിച്ച് നിന്നോടൊക്കെയുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാ. അത് തിരിച്ചറിയാൻ പറ്റാതെ പോയത് നിന്റെ ഒക്കെ തെറ്റ്. കൈലാസം ഗ്രൂപ്പിന്റെ അവകാശിയായി നീ മാറണം. മഹിയുടെ സകല സ്വത്തുക്കളും ബിസിനസ്സും നിന്റെ മാത്രമാവണം. അതിനുവേണ്ടിയാ ഞാൻ ഈ കളിയൊക്കെ കളിച്ചത്. ഈ വീട്ടിൽ ഞാൻ കാലുകുത്തി അന്നു മുതൽ ഞാൻ കണ്ട സ്വപ്നമാണത്. ഇത്രയും വർഷം ആ സ്വപ്നം നേടിയെടുക്കാൻ ഞാൻ പരിശ്രമിക്കുകയായിരുന്നു. അതിനുവേണ്ടി ഞാൻ നീക്കിയ കരികളിൽ ഒന്നു മാത്രമാണ് മഹി. അവനെ കൊണ്ട് എന്റെ അനിയന്റെ മകളെ വിവാഹം കഴിക്കാൻ തീരുമാനിപ്പിച്ചത് പോലും എന്റെ ആ കരുനീക്കങ്ങളുടെ ഭാഗമായിരുന്നു. എന്നിട്ടിപ്പോ അവൻ എവിടുന്നോ തെണ്ടിപ്പെറുക്കി വന്ന ഗംഗയെ വിവാഹം കഴിക്കണമെന്ന് മഹി അങ്ങനെ പറഞ്ഞോ? അപ്പോ ശ്രേയോ? അവനിപ്പോ ശ്രേയൊന്നൊരു പ്രശ്നമല്ല. തലക്കടിച്ച് വീണതോടെ അവന്റെ ഉള്ളിൽ മുഴുവൻ ഗംഗയാ. ഇനി എനിക്കൊന്നും നോക്കാനില്ല. തുറന്ന യുദ്ധം ഇനി നടക്കാൻ പോകുന്നത്. നീ എന്റെ ഒപ്പം ഉണ്ടാവണം. ഞാൻ അമ്മയുടെ കൂടെ തന്നെയുണ്ട്. അമ്മ ഇപ്പൊ പറഞ്ഞതെല്ലാം ഞാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. നമ്മൾ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ എപ്പോഴേ ഇതൊക്കെ സാധിച്ചെടുത്തേനെ. അങ്ങനെ എടുത്തു ചാടി ഒന്നും ചെയ്തു കൂട്ടരുത്. ഇത്രയും വർഷം ഞാൻ പതുക്കെ പ്ലാൻ ചെയ്തത് അവസാനം എല്ലാം നഷ്ടപ്പെടുത്താനല്ല. ആ മഹി, അവന്റെ ഒരാഗ്രഹം ഇനി നടക്കാൻ പാടില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ ഓരോ നീക്കവും വളരെ സൂക്ഷിച്ചായിരിക്കണം. അവൻ വളരെ ബുദ്ധിമാനാ. നമ്മൾ അവനെ കുറച്ച് കാണരുത്. ഇല്ലമ്മേ, അമ്മ പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാം. മതി, അത് മതി. നമ്മുടെ ലക്ഷ്യം നേടും വരെ ഈ കാര്യം മറ്റാരും അറിയണ്ട. രേഷ്മ പോലും അറിയണ്ട. മനസ്സിലായോ? മനസ്സിലായി. മഹിയുടെ നാശം, സർവനാശം, അതും
എന്റെ കൺമുമ്പിൽ. അതാ ഇനി സംഭവിക്കാൻ പോകുന്നത്. മഹേട്ടൻ ഇത്ര ചീപ്പാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്റെ വിരലിൽ വിവാഹമോതിരം അണിയിച്ചിട്ട് ആ ഗംഗയെ പ്രപ്പോസ് ചെയ്യാൻ മഹേട്ടൻ എങ്ങനെ മനസ്സ് വന്നു? ശ്ശേ. എന്റെ മോൾ എത്രയോ വർഷങ്ങളായി മഹിക്ക് വേണ്ടി കാത്തിരിക്കുക. അവൻ ഗൗരിയെ സ്നേഹിക്കുന്നതിന് മുമ്പേ എന്റെ മോള് മഹിയെ സ്നേഹിച്ചു തുടങ്ങിയതാ. എന്നിട്ടും അവള് ഗൗരിക്ക് വേണ്ടി വഴിമാറിക്കൊടുത്തു. ഗൗരി മരിച്ച ശേഷം മഹി രണ്ടാം കെട്ടുകാരനായിട്ടും ഒരു കുട്ടിയുണ്ടായിട്ടും സ്വന്തം ജീവിതം മഹിയോടുള്ള സ്നേഹത്തിന് വേണ്ടി ത്യജിക്കാൻ തയ്യാറായതാ എന്റെ മോള്.